ഗൈസ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്ടോബർ 13 തുടങ്ങുമെന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. സാധാരണഗതിയിൽ എന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കുമെന്നും ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഇത്തവണ ആ ഒരു കീഴ്വഴക്കം അങ്ങോട്ട് ഉപേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2015 തൊട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോമിലോ അവേലോ ഒക്കെ ആയിട്ട് ഈ ഒരു ഉദ്ഘാടന മത്സരം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി, അതായത് കഴിഞ്ഞ വർഷത്തെ ഷീൽഡ് വിന്നേഴ്സും ട്രോഫി വിന്നേഴ്സും കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് 2 ടീംസുകൾ തമ്മിലായിരിക്കും ഇത്തവണ ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? എന്താണെങ്കിലും ഈ ഒരു മത്സരം കൊൽക്കത്തയിൽ വെച്ചാകും നടക്കുക എന്നുള്ളത് തന്നെയാണ് വാർത്തകൾ. എന്നാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൊൽക്കത്തയിൽ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ വെച്ച് തന്നെ ആയിരിക്കും ഒരു മത്സരം നടക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും സാലറി വാങ്ങുന്ന ഒരു താരം ആരായിരിക്കും? നമ്മളെല്ലാവരും വിചാരിക്കും ഒരു വിദേശ താരമായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തവണ ജാമി മക്ലാറിനെയൊക്കെ അങ്ങ് എ ലീഗിൽ നിന്ന് ഇന്ത്യയിലേക്ക് മോഹൻ ബഗാൻ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇപ്പം കേരളവിൻ്റെയൊക്കെ ഒരു വാർത്ത പ്രകാരം അങ്ങനെ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അൻവർ അലിയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, അൻവർ അലി ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം വരുന്നത്. ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോഴും കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഒരു വിധി വരുന്ന സമയത്ത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരത്തുള്ളൂ. അപ്പം അത് ആ ഒരു തുക, കോമ്പൻസേഷൻ തുക കൊടുക്കേണ്ടി വരുന്നത് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ അൻവർ അലിയും ചേർന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാണ്. അതിൽ നിന്ന് ഡൽഹി എഫ് സിയും രഞ്ജിത്ത് ബജാജും ഒക്കെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യവും കേട്ടതാണ്. എന്താണെങ്കിലും ഒരു വലിയൊരു ഡീല് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അൻവർ അലിയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് പറയേണ്ടത്. 26.5 കോടിയുടെ ഒരു ഡീൽ. അതിൽ 2.5 കോടി രൂപ ഡൽഹി എഫ് സിക്ക് ട്രാൻസ്ഫർ ഫീ ഇനത്തിൽ കിട്ടിയതാണ്. അൻവർ അലിക്ക് സാലറി എന്ന ഇനത്തിൽ കിട്ടാൻ പോകുന്നത് 24 കോടി രൂപയാണ് 5 വർഷത്തേക്ക്. അതായത് ഒരു ആവറേജ് നോക്കുമ്പോഴത്തേക്കും, മൊത്തത്തിൽ നോക്കുമ്പം ഒരു വർഷം ഏതാണ്ട് 4.8 കോടി രൂപ വരെ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ സാലറി കൊടുക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 3 വർഷം 7.5 കോടിയാണ് സാലറി, അതായത് പെർ ഇയർ 2.5 കോടി, അങ്ങനെ മൊത്തത്തിൽ 7.5 കോടിയാണ് വരുന്നത്. അവസാനത്തെ 2 വർഷം 8 കോടിയുടെ ഒരു പാക്കേജ്, അതായത് ഓരോ വർഷവും 4 കോടി വീതം വരുന്നൊരു സാലറി ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇത്രയും കൂട്ടിയാലും ഏതാണ്ട് 15.5 കോടി എത്രയൊക്കെയല്ലേ വരുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ അവസാനിച്ചിട്ടില്ല. ലോയൽറ്റി ബോണസ് എന്ന നിലയ്ക്കും കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2028 സീസണിൻ്റെ അവസാനം കിട്ടാൻ പോകുന്നത് ലോയൽറ്റി ബോണസായിട്ട് 4 കോടി രൂപയാണ്. അതുപോലെ 2029 ശേഷം ലോയൽറ്റി ബോണസ് എന്ന നിലയ്ക്ക് 4.5 കോടി രൂപയാണ് എന്നുള്ളതാണ്. കേൽനോവിൻ്റെ റിപ്പോർട്ടിൽ ഒരു ലീഗൽ എക്സ്പേർട്ടിൻ്റെയൊക്കെ ഒരു അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഒരു രീതിയിലൊക്കെ എന്താണ് ഈ ഒരു സാലറി പാക്കേജ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമല്ലോ. അത് ക്ലബിനും അതുപോലെ പ്ലെയറിനും എന്ന നിലയ്ക്കാണല്ലോ. അപ്പം സാലറിയുടെ ബേസിസിലൊക്കെ ആയിരിക്കും അത് വരുന്നത്. അപ്പം അത് തടയാൻ, അതിൻ്റെ ഒരു കോമ്പൻസേഷൻ്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴിയിൽ ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും കാഞ്ഞ ബുദ്ധി തന്നെ. അതൊരു ലൂപ്പ് ഹോളായിട്ട് തന്നെ വരുമോ അതല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും 24 കോടി എന്ന് പറയുന്നത് ഒരു ചില്ലറ എമൗണ്ട് ഒന്നും അല്ല, ചുമ്മാതല്ല ഇപ്പോൾ മോഹൻ ബഗാനിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ബാനൊക്കെ കിട്ടുമെന്നുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്തും പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും രഞ്ജിത്ത് ബജാജിനാണ് ഗോൾ. ഇതിൽ നിന്ന് പണം കോമ്പൻസേഷൻ ഒന്നും കൊടുക്കേണ്ടി വരില്ല. 2.5 കോടി പുള്ളിക്ക് കിട്ടും. പുള്ളിക്ക് പണ്ട് കഴിഞ്ഞ വർഷം മോഹൻ ബഗാൻ എടുത്തപ്പോഴും ഏതാണ്ട് 2 കോടി ഓൾമോസ്റ്റ് ഫീ എന്ന നിലയ്ക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ മുമ്പ് ഗോവയിലും പോയ സമയത്തും ഏതോ ഒരു ഫീ എന്ന നിലയ്ക്ക് കിട്ടിയാണ്. പണ്ട് മുംബൈക്ക് ആദ്യമൊന്നും കിട്ടിയായിരുന്നു. അന്നേരം ഫീ എന്തെങ്കിലും കിട്ടിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതാണ്ട് ഓൾമോസ്റ്റ് 1 കോടിയുടെ ഫീ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞ് കിട്ടുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ആ സമയത്താണല്ലോ ഹേർട്ട് ഡിസീസൊക്കെ വന്നിട്ട് അത് ടെർമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ പോയത്. എന്താണെങ്കിലും നിങ്ങൾ പറയൂ, ഇത് ഒരു ഓവർ പെയ്ഡ് ആണോ ഈ ഒരു സാലറി? അൻവർ അലി ഇപ്പോൾ രാജ്യത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. ബെസ്റ്റ് ഡിഫൻഡറാണ്, ഒക്കെ ശരിയാണ്. ഇതൊരു ഓവർ പെയ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണോ, ഈ സാലറി ആണോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പറയുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ സനിയ.